വളരെ എളുപ്പത്തിൽ രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന പഴനിറച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വേഗം പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. പഴനിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള പഴം തന്നെ നമ്മൾ ഈ ഒരു പഴം നിറച്ചതിന് വേണ്ടിയിട്ട് എടുക്കണം. ഇനി അതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് ഗ്യാപ്പ് ഉണ്ടാക്കണം. ഒത്തിരി ആഴത്തിൽ നമ്മൾ കട്ട് ചെയ്യരുത്, അപ്പോൾ പഴം രണ്ടായിട്ട് മുറിഞ്ഞു പോകും. നമ്മൾ ഏകദേശം ഒരു സെൻറ്ററിൽ വരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ പഴവും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാ പഴവും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി മൈദ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് എടുക്കാം. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ആട്ടപ്പൊടി എടുക്കുന്നതായിരിക്കും നല്ലത്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇനി എള്ള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ഈ മാവ് ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പഴം മുക്കുന്ന സമയത്ത് പഴത്തിൽ ഈ മാവ് പിടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൽ മിക്സ് ചെയ്യാനുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന സമയത്ത് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നെയ്യ് ചൂടായി വന്നപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയുടെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം പഞ്ചസാര ചേർക്കണം. ഇനി നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ പച്ചച്ചൊവയൊന്ന് ചെറുതായിട്ട് മാറി കിട്ടണം. നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങയും പഞ്ചസാരയുടെ ഫില്ലിങ് മാത്രം നമ്മൾ പഴത്തിൽ നിറച്ചാൽ മതി. ഇനി അവസാനമായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പഴത്തിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴത്തിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ അത് കുത്തി നിറച്ച് വെക്കണം. ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവരുത്. നന്നായിട്ട് ആ ഫില്ലിങ് പഴത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ പഴവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പഴത്തിലും തേങ്ങയുടെ ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ എണ്ണയും കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പഴം മുക്കിയിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കിയിടാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ പഴം ഓരോന്നായിട്ട് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ തേങ്ങ നമ്മൾ നിറച്ച് വെച്ച തേങ്ങയെല്ലാം നമ്മുടെ ഈ ബാറ്ററിലേക്ക് വീണു പോകും. അതുകൊണ്ട് പതുക്കെ മാത്രം ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. നേരെ എണ്ണയിലേക്ക് ഇട്ട് 2 പുറവും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.